Today we are going to start the second chapter of class 11, that is motion in a straight line. ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് മെക്കാനിക്സ് എന്ന് പറയുന്നൊരു ടേമാണ്. മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ആ ഒരു കോൺസെപ്റ്റിൽ വരുന്ന ചാപ്റ്റേഴ്സാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. മെക്കാനിക്സ് എന്താണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മെക്കാനിക്സ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതാണ്. ഫസ്റ്റ് ഈസ് സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് പാർട്ടിക്കിൾസ് ഓർ സ്റ്റഡി ഓഫ് ബോഡി അറ്റ് റെസ്റ്റാണ്. അറ്റ് റെസ്റ്റ്. റെസ്റ്റ് മീൻസ് എന്താണ്? ദ പൊസിഷൻ ഓഫ് ദ ബോഡി ഡസ് നോട്ട് ചേഞ്ചസ് ആസ് എ ടൈം പാസസ്. സമയത്തിനനുസരിച്ച് ബോഡിയുടെ പൊസിഷൻ മാറാത്ത ഒരു സ്റ്റേറ്റിനെയാണ് റെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് കൈനമാറ്റിക്സ്. കൈനമാറ്റിക്സ് ഡീൽസ് വിത്ത് ദ മോഷൻ ഓഫ് ദ ബോഡി, ബട്ട് വി ആർ നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ ദ റീസൺ ഫോർ ദ മോഷൻ. ബോഡി മൂവ് ചെയ്യുന്നുണ്ട്, ബോഡിയുടെ ഡിസ്റ്റൻസ്, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ബോഡി മൂവ് ചെയ്യുന്നത് എന്നുള്ള റീസൺ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നില്ല. സോ കൈനമാറ്റിക് ഡസ് നോട്ട് ഇൻവോൾവ്സ് എനി കൈൻഡ് ഓഫ് ഫോഴ്സ്. ഫോഴ്സ് ആണല്ലോ ഒരു ബോഡിയെ മൂവ് ചെയ്യാൻ വേണ്ടത്. ഫോഴ്സ്, ടോർക്ക് എന്നുള്ള ടേംസ് ഒക്കെയാണ് ഒരു ബോഡിയെ മൂവ് ചെയ്യാൻ ആവശ്യമുള്ളത്. അതൊന്നും നമ്മൾ കൈനമാറ്റിക്സ് എന്ന സെക്ഷനിൽ പഠിക്കുന്നില്ല. സോ ഫോഴ്സ് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ബ്രാഞ്ചിൻ്റെ പേര് ഡൈനാമിക്സ് എന്നാണ്. So we are now only dealing with kinematics. Kinematics is the branch of mechanics that deals with the motion without its reason. So kinematics എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് പല പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കുറച്ച് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാത്തമാറ്റിക്കൽ ടൂൾസിലേക്ക് പോകേണ്ടി വരും. അത് പറഞ്ഞതിന് ശേഷം മാത്രമാണ് പിന്നീട് വീണ്ടും നമുക്ക് കൈനമാറ്റിക്സ് റീകണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. സോ ആദ്യമായിട്ട് കൈനമാറ്റിക്സ് എന്ന സെക്ഷൻ നമുക്ക് പഠിക്കാൻ വേണ്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം, ഒരു ബോഡി റെസ്റ്റിലാണോ ഒരു ബോഡി മോഷനിലാണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കണമെങ്കിൽ അതിൻ്റെ പൊസിഷൻ വേണം, അല്ലേ? എന്താണ് പൊസിഷൻ? സോ ഫസ്റ്റ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്, നിങ്ങൾ സ്ക്രീനിൽ നോക്കുക, പൊസിഷനാണ്. ഓക്കെ. ഈ പൊസിഷനിനെ എനിക്ക് എക്സ് എന്നോ വൈ എന്നോ ഇസഡ് എന്നോ വിളിക്കാം. എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, ഇസഡ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് ആയാലും വൈ കോർഡിനേറ്റ് ആയാലും ഇസഡ് കോർഡിനേറ്റ് ആയാലും ദാറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈമാണ്. സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു സ്റ്റോപ്പ് വാച്ച് അല്ലെങ്കിൽ സ്റ്റോപ്പ് ക്ലോക്ക് ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്കൊരു ആക്സിസ് ഇവിടെ കാണാം, അല്ലേ? ഒരു എക്സ്, ഒരു വൈ, ഒരു ഇസഡ്, ഇതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാം. സോ ഈ എക്സ് ആക്സിസ്, ഈ വൈ ആക്സിസ്, ഈ ഇസഡ് ആക്സിസ്, ഇത് വച്ചിട്ടായിരിക്കും നമ്മൾ പൊസിഷൻ എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ നിങ്ങൾക്കൊരു 3 ആക്സിസ് നിങ്ങൾക്ക് കാണാം. എക്സ് കാണാം, വൈ കാണാം, ഇസഡ് കാണാം. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളിവിടെ നോക്കിയാൽ എക്സും വൈയും തമ്മിലുള്ള ആംഗിൾ 90 അല്ലേ? വൈയും ഇസഡും തമ്മിലുള്ള ആംഗിൾ 90 അല്ലേ? എക്സും ഇസഡും തമ്മിലുള്ള ആംഗിൾ 90 അല്ലേ? സോ ഓൾ ദ 3 ആക്സിസ്, ഈ ആക്സിസുകളാണ് നമുക്ക് പൊസിഷൻ പറയാൻ വേണ്ടത്. ഓൾ ദ 3 ആക്സിസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഓൾ ദ 3 ആക്സിസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ നോക്കുക, ഇതിനെ ഞാൻ എക്സ് ആക്സിസ് ആയിട്ട് എടുത്താൽ, ഇതിനെ ഞാൻ വൈ ആക്സിസ് ആയിട്ട് എടുത്താൽ, ഇതിനെ ഞാൻ ഇസഡ് ആക്സിസ് ആയിട്ട് എടുക്കണം. ഇതിനെ എക്സ് ആക്സിസ് ആയിട്ട് എടുത്താൽ, ഇതിനെ ഇസഡ് ആക്കി എടുത്താൽ, ഇതിനെ വൈ ആയിട്ട് എടുക്കും. അത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ എക്സും വൈയും ഇസഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്നുള്ള ഐഡിയ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ അല്ലേ? ഇതാണ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്ന കാര്യം ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ഫുട്ബോളിൻ്റെ പൊസിഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഒരു ഫുട്ബോള്. ആ ഫുട്ബോള് നോക്കിയേ, ആ ഫുട്ബോളിൻ്റെ ഒരു മോഷൻ ഇതാ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഈ മോഷൻ ഇത് ഏത് ആക്സിസിൻ്റെ പാരലലാണ് നിങ്ങൾ നോക്ക്. ദിസ് മോഷൻ ഈസ് പാരലൽ ടു ഇസഡ് ആക്സിസ്, അല്ലേ? സോ ബോഡിക്ക് ഏത് ഡയറക്ഷനിൽ മോഷനുണ്ട്? ഇസഡ് ആക്സിസിൽ മോഷനുണ്ട്. പിന്നെ ഫുട്ബോൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു, അല്ലേ? ഇതെന്തിന് പാരലാണ്? വൈ ആക്സിസിന് പാരലാണ്, അല്ലേ? പിന്നെ ഫുട്ബോൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു, ഇതെന്തിന് പാരലാണ്? എക്സ് ആക്സിസിന് പാരലാണ്.
സോ ഫുട്ബോൾ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഇസഡ് ഡയറക്ഷനിലും മൂവ് ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇപ്പം ഈ പറഞ്ഞത്. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്തു, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്തു, ഇസഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്തു. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം ഇവിടെ നോക്കാം. വൺ ഡൈമെൻഷണൽ മോഷൻ. വൺ ഡൈമെൻഷണൽ മോഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നില്ലെങ്കിൽ സമയത്തിനനുസരിച്ച് ബോഡിയുടെ എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ബോഡിയുടെ വൈ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ബോഡിയുടെ ഇസഡ് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യും. സോ എക്സ് ഡയറക്ഷനിലോ വൈ ഡയറക്ഷനിലോ ഇസഡ് ഡയറക്ഷനിലോ എക്സ് കോർഡിനേറ്റ് മാറുമ്പോൾ വൈ ഇസഡും മാറത്തില്ല, വൈ കോർഡിനേറ്റ് മാറുമ്പോൾ എക്സും ഇസഡും മാറത്തില്ല, ഇസഡ് കോർഡിനേറ്റ് മാറുമ്പോൾ എക്സും വൈയും മാറത്തില്ല. സോ ഇങ്ങനത്തെ ഒരു മോഷനെ വിളിക്കുന്നവരാണ് വൺ ഡൈമെൻഷണൽ മോഷൻ. എക്സാമ്പിൾ ഇങ്ങനെ പറയാം. എ കാർ മൂവിങ് ഓൺ എ സ്ട്രൈറ്റ് റോഡ്. എ കാർ മൂവിങ് ഓൺ എ സ്ട്രൈറ്റ് റോഡ് വിത്തൗട്ട് ബമ്പ് എന്ന് പറയേണ്ടി വരും. റോഡുകളിൽ ബമ്പ് ഉണ്ടെങ്കിൽ കാറ് ബമ്പിൽ കൂടെ കയറി പോകുമ്പോൾ കാർ ഒന്ന് മുകളിലേക്ക് പൊങ്ങും അല്ലേ? മുകളിലേക്ക് പൊങ്ങുമ്പോൾ അത് ഇസഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ വൈ ഡയറക്ഷനിൽ വന്നില്ലേ? സോ റോഡിൽ കൂടെ മാത്രമാണ് പോകുന്നതെങ്കിൽ എക്സ് ഡയറക്ഷനിലെ മോഷനുള്ളൂ. ബമ്പിൽ കയറിയാൽ ഒന്ന് വണ്ടി എയറിലേക്ക് കയറും. അപ്പം അതിനർത്ഥം അതിൻ്റെ വേറൊരു കോർഡിനേറ്റ് കൂടെ ചേഞ്ച് ചെയ്തു. സോ ബമ്പില്ലാത്ത റോഡിൽ കൂടെ സ്ട്രൈറ്റ് പോകുന്ന മോഷനെ മാത്രമേ നമുക്ക് വൺ ഡൈമെൻഷണൽ മോഷൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലായോ? ദിസ് ഈസ് ആക്ച്വലി വൺ ഡൈമെൻഷണൽ മോഷൻ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കുക. ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, ഇവിടെ എക്സ് ഡയറക്ഷൻ വൈ ഡയറക്ഷൻ ഇസഡ് ഡയറക്ഷൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അല്ലേ? എപ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ എക്സും വൈയും ഇസഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയാൽ മതി. ദാ അടുത്ത മോഷൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് നോക്കുക. ഇവിടെ എക്സ് ആക്സിസിന് പാരലായിട്ടൊരു മോഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, എക്സ് ആക്സിസിന് പാരൽ. സോ നമുക്കിവിടെ ഒരു കാറിൻ്റെ മോഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എക്സ് ആക്സിസിന് പാരലൽ, ഇതാണ് ആ കാർ. സോ എക്സ് ആക്സിസിന് പാരലായിട്ടാണ് നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, ഞാൻ കൊണ്ട് സൂം ചെയ്തിരിക്കുകയാണ്. ഇവിടെ നോക്കാം, എക്സ് ആക്സിന് പാരലായിട്ടൊരു കാറിൻ്റെ മോഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിന് പാരലൽ. ഇനി അടുത്ത് നോക്കുക, ഈ കാറ് വൈ ആക്സിന് പാരലായിട്ട് മൂവ് ചെയ്യാണ്. കാറ് വൈ ആക്സിന് പാരലായിട്ട് മൂവ് ചെയ്യാണ്. സോ കാറ് വൈ ആക്സിസിന് പാരലായിട്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി കാറ് ഇസഡ് ആക്സിസിന് പാരലായിട്ട് മൂവ് ചെയ്യുന്നു. കാറ് ഇസഡ്, അത് കണ്ടോ, ഒരു ലിഫ്റ്റ് പോലെ അല്ലേ? സോ ഇതൊരു ലിഫ്റ്റാണ്. നമ്മൾ മോളിലൊക്കെ പോകുമ്പോൾ ലിഫ്റ്റ് നോക്കുക, ലിഫ്റ്റ് നേരെ മുകളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ അതിന് ഇസഡ് ആക്സിസ് എടുത്തിരിക്കുകയാണ്. സോ ദിസ് ഈസ് മൂവിങ് പാരലൽ ടു ഇസഡ് ആക്സിസ്, മൂവിങ് പാരലൽ ടു ഇസഡ് ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്ലെയിനിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് പ്ലെയിൻ? പ്ലെയിൻ മീൻസ് രണ്ട് ആക്സിസുകളുടെ ഇടയിലുള്ള ആ സ്പേസിനെ, ആ സർഫസിനെ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ. സോ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഇടയിലുള്ള പ്ലെയിനെ എക്സ് വൈ പ്ലെയിൻ എന്ന് വിളിക്കും. വൈ ആക്സിസിനും ഇസഡ് ആക്സിസിനും ഇടയിലുള്ളതിന് വൈ ഇസഡ് പ്ലെയിൻ എന്ന് വിളിക്കും. ഇസഡിനും എക്സിനും ഇടയിലുള്ളതിന് എക്സ് ഇസഡ് പ്ലെയിൻ എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റ് വൺ തന്നിരിക്കുന്നത് എക്സ് വൈ പ്ലെയിൻ. സോ ദിസ് ഈസ് ദ കാർ ഈസ് മൂവിങ് ഇൻ എക്സ് വൈ പ്ലെയിൻ. അടുത്തത് നോക്കാം, എക്സ് ഇസഡ് പ്ലെയിൻ. എക്സ് ഇസഡ് പ്ലെയിൻ കണ്ടോ, ഇതാണ് എക്സ്, ഇതാണ് ഇസഡ്, ഇതിനിടയിലുള്ള പ്ലെയിനാണ് എക്സ് ഇസഡ് പ്ലെയിൻ. അടുത്തത് എന്താണ്? ഇസഡ് വൈ. ഇത് ഇസഡ് ആണ്, ഇത് വൈ ആണ്. സോ ഇസഡ് വൈ പ്ലെയിൻ. സോ 3 മോഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി മോഷനെ പറ്റി പറയാനുള്ളത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്പേസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പറയുന്നത് പ്ലെയിൻ അല്ല, സ്പേസ്. സ്പേസ് മീൻസ് ഒരു 3 ഡൈമെൻഷനാണ്. അവിടെ എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യും, വൈ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യും, ഇസഡ് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു ഫുട്ബോൾ ഇപ്പം ഇങ്ങനെ ഒരു സർഫസ് നിന്ന് ഒരു ഫുട്ബോൾ നിങ്ങൾ ഇങ്ങനെ കിക്ക് ചെയ്തു. സോ ഇവിടെ നിന്ന് ഇങ്ങനെ ഫുട്ബോൾ ഇങ്ങനെ പൊങ്ങി ഇവിടെ വന്നു. ഇങ്ങനെ ഇവിടെ പൊങ്ങുമ്പോൾ എന്തൊക്കെ സംഭവിച്ചു അല്ലേ? ഈ ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്. സോ എക്സ് ഡയറക്ഷനിലും ഇതിന് ചേഞ്ച് ഉണ്ട്. പിന്നെ ഇതാണ് അല്ലേ, ഈ മുകളിലേക്കുള്ള ഹൈറ്റ്, അതിനെ ഇസഡ് ആക്കി എടുക്കാം, വൈ ആക്കി എടുക്കാം. അപ്പോൾ എത്ര കോർഡിനേറ്റ് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ? 2 കോർഡിനേറ്റ് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ എക്സ് ആക്കി എടുത്താൽ, ഇത് വൈ ആക്കി എടുത്താൽ, ഇതാണ് ഇസഡ് ആക്കി എടുക്കേണ്ടത്. ഓക്കെ, സോ ഞാൻ ഇവിടെ ഇങ്ങനെ എക്സ് എടുത്തു,
ഇത് വൈ എടുത്തു, ഇത് ഇസഡ് എടുത്തു. ഫുട്ബോൾ ഇങ്ങനെയാണ് പോയത്. ഫുട്ബോൾ ഇങ്ങനെ പോകുമ്പോൾ എക്സിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, വൈക്കും ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇസഡിന് ചേഞ്ച് ഉണ്ടോ? ഇല്ല. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് 2 dimensional മോഷൻ. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് 2 dimensional മോഷൻ. ഇനി 3 dimensional മോഷൻ എന്താണെന്ന് നോക്കാം. 3 dimensional മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബേർഡിൻ്റെ മോഷൻ. ഒരു ബേർഡ് ഇങ്ങനെ പറന്നു, ഇങ്ങനെ പറന്നു, ഇങ്ങനെ പറന്നു, ഇങ്ങനെ പറന്നു, ഇങ്ങനെയൊക്കെ പറന്നു വരുന്നു. സോ ദ മോഷൻ ഓഫ് ദ ബേർഡ്, ദ മോഷൻ ഓഫ് എ ഫ്ലൈ, മോഷൻ ഓഫ് എൻ എയ്റോപ്ലെയിൻ, these are all examples of 3 dimensional motion. These are all examples of 3 dimensional motion. മനസ്സിലായോ? സോ 1 dimensional motion, 2 dimensional motion, 3 dimensional motion. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഒറിജിൻ ആൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഒറിജിൻ ആൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അതായത് എക്സും വൈയും ഇസഡിനെ ഞാൻ ഇങ്ങനെ എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസഡ്. ഇസഡ് ഈസ് പെർപെൻഡിക്കുലർ ടു വൈ, ഇസഡ് ഈസ് പെർപെൻഡിക്കുലർ ടു എക്സ്. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഇനി എക്സ് വൈ ഇസഡിൻ്റെ മീറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഒറിജിൻ. എവറി ഒബ്സർവർ ഈസ് സപ്പോസ്ഡ് ടു ബി ലൊക്കേറ്റഡ് ഓൺ ഒറിജിൻ. അതായത് ഒറിജിനിൽ നമ്മൾ എപ്പോഴും ഒറിജിനിൽ എന്താണ്? എക്സ് ഈക്വൽ ടു 0, വൈ ഇസ് ഈക്വൽ ടു 0, ഇസഡ് ഇസ് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? ഒറിജിനിൽ എക്സ് ഇസ് ഈക്വൽ ടു 0, വൈ ഇസ് ഈക്വൽ ടു 0, ഇസഡ് ഇസ് ഈക്വൽ ടു 0. ടൈമും ഞാൻ എന്താക്കി എടുക്കാം? എനിക്ക് വേണമെങ്കിൽ 0 ആയിട്ട് എടുക്കാം. സോ അറ്റ് ടൈം t ഈക്വൽ ടു 0, ഒബ്സർവർ ഈസ് അറ്റ് ഒറിജിൻ. സോ എവറി ഡിസ്റ്റൻസ് ഈസ് മെഷേർഡ് ഫ്രം ഒറിജിൻ. എവറി ഡിസ്പ്ലേസ്മെന്റ് ഈസ് മെഷേർഡ് ഫ്രം ഒറിജിൻ. ബോഡി എത്ര ദൂരം നടന്നു, എത്ര ദൂരം കവർ ചെയ്തു എന്ന് അറിയണമെങ്കിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എന്തെടുക്കണം? ഒറിജിൻ എടുക്കണം. വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ എടുക്കണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ടേം ഈസ് ഫ്രെയിം ഓഫ് റെഫറൻസ്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ബസ്സിൻ്റെ മോഷൻ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പ് റെസ്റ്റിലാണ്. അപ്പം ഞാൻ റെസ്റ്റിലിരിക്കുന്ന ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്. സപ്പോസ് ഞാൻ ബസ്സിലിരിക്കുന്നു, വേറൊരു ബസ്സിൻ്റെ മോഷൻ ഞാൻ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് മൂവിങ് ആണ്. എൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് മൂവിങ് ആണ്. കാര്യം എന്താ? ഞാൻ നിൽക്കുന്ന സ്ഥലവും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബസ്സും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഫ്രെയിം ഓഫ് റെഫറൻസ് മീൻസ് ആ ഒരു പർട്ടിക്കുലർ ഫ്രെയിമിൽ നിന്ന് ആണ് ഒബ്സർവർ എല്ലാം വാച്ച് ചെയ്യുന്നത്. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഫ്രെയിമിൽ നിന്ന് ഒബ്സർവർ എല്ലാം വാച്ച് ചെയ്യുന്നു. സോ ആ ഫ്രെയിം റെസ്റ്റിലാവാം, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാം, വേണമെങ്കിൽ ആ ഫ്രെയിം ആക്സിലറേറ്റും ചെയ്യാം. ബസ് സ്റ്റോപ്പിലാണെങ്കിൽ ഫ്രെയിം എന്താ? റെസ്റ്റിലാണ് അല്ലേ? കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു കാറിൽ നിന്നാണ് ഒബ്സർവർ എല്ലാം വാച്ച് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇനി ആക്സിലറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയിൽ നിന്നാണ് ഒബ്സർവർ എല്ലാം നോക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ആക്സിലറേറ്റഡ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, അങ്ങനെ 2 തരത്തിൽ നമുക്ക് ഫ്രെയിം ഓഫ് റെഫറൻസിനെ ക്ലാസിഫൈ ചെയ്യാം. ദ ഫസ്റ്റ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഈസ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വെച്ചാൽ ഫ്രെയിം റെസ്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഫ്രെയിം കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാം. അതിനാണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ പേരാണ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ റെഫറൻസ് ഫ്രെയിം ആക്സിലറേറ്റ് ചെയ്യാം. റെഫറൻസ് ഫ്രെയിം എന്ത് ചെയ്യാം? ആക്സിലറേറ്റ് ചെയ്യാം. സോ ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനുള്ളിൽ നിന്ന് ഒബ്സർവർ വാച്ച് ചെയ്താൽ ദാറ്റ് ഈസ് നോട്ട് ഇനേർഷ്യൽ ഫ്രെയിം, ദാറ്റ് ഈസ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം. ദാറ്റ് ഈസ് എന്താണ്? നോൺ ഇനേർഷ്യൽ ഫ്രെയിം. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. ഇനി അടുത്ത കാര്യത്തിലേക്ക് ഞാൻ പോവാം. അടുത്ത കാര്യം, നിങ്ങൾക്ക് ഒരു ഗ്രാഫ് തന്നു. ഈ ഗ്രാഫിന് ഇവിടെ എസ് എന്ന് മാർക്ക് ചെയ്ത് എസ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്, ദിസ് ഈസ് ടൈം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫ്, ഇങ്ങനെ ഒരു ഇത് തന്നു. അതായത് സമയത്തിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് പ്ലോട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു കർവാണ് എനിക്ക് കിട്ടിയത്. സമയത്തിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കർവ് കിട്ടി. ഇത് 1 ഡയമെൻഷണൽ മോഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഗ്രാഫിൽ നിന്ന് 1 ഡയമെൻഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. 1 ഡയമെൻഷന്റെ പ്രത്യേകത, ഒരു സമയത്ത് ബോഡിക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ഉള്ളൂ. ഒരു സമയത്ത് ബോഡിക്ക് ഒറ്റ ഡിസ്പ്ലേസ്മെന്റേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ പൊസിഷൻസ് ബോഡി അക്വയർ ചെയ്യില്ല അല്ലേ? ഒന്നിൽ കൂടുതൽ പൊസിഷൻസ് ബോഡി അക്വയർ ചെയ്യില്ല. അപ്പോൾ അതറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഏത് ആക്സിസ് ആണെന്ന് നോക്കണം. ഇത് ടൈം ആക്സിസ് അല്ലേ? ടൈം ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ അങ്ങ് കട്ട് ചെയ്യുക. ടൈം ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ അങ്ങ് കട്ട് ചെയ്തു.
ഇങ്ങനെ ലൈൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സപ്പോസ് ഈ ടൈമിനെ ഞാൻ തൽക്കാലം 3 സെക്കൻഡ് എന്ന് കൊടുത്തു. 3 സെക്കൻഡിൽ ബോഡിക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ ഇത്? അതേ 3 സെക്കൻഡിൽ തന്നെ ബോഡിക്ക് വേറൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെയുണ്ട്. അതേ 3 സെക്കൻഡിൽ ബോഡിക്ക് വേറൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെയുണ്ട്. സോ S1, S2, S3. സോ ഫോർ എ സിംഗിൾ ടൈം 5ാമത്തെ സെക്കൻഡ് നമ്മൾ നോക്കുമ്പോൾ ബോഡി ഹാസ് 3 ഡിസ്പ്ലേസ്മെൻറ്റ്, S1, S2 ആൻഡ് S3. അതായത് ഒരേ സമയത്ത് ബോഡിക്ക് 3 തരത്തിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ എക്സിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, വൈയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, ഇസഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. ദിസ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് 1 ഡയമെൻഷണൽ മോഷൻ. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് 3 ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ഫിഗർ കൂടെ നോക്കാം. ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതൊരു ടൈം. എന്ത് ചെയ്യണം? ടൈമിന് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ കട്ട് ചെയ്യുക. സോ എത്ര അടുത്ത് കട്ട് ചെയ്തു? 2 സ്ഥലത്ത് കട്ട് ചെയ്തു. അപ്പോൾ ഒരേ സമയത്ത് 2 ഡിസ്പ്ലേസ്മെൻറ്റ് കാണിക്കുന്നുണ്ട് അല്ലേ? സോ ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് 2 ഡയമെൻഷണൽ മോഷൻ. ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് 2 ഡയമെൻഷണൽ മോഷൻ. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയേ, ഡിസ്പ്ലേസ്മെൻറ്റ്, ടൈം. ഏതെങ്കിലും ടൈം എടുക്കുക, പെർപെൻഡിക്കുലറെ കട്ട് ചെയ്യുക. എത്ര സ്ഥലത്ത് കട്ടായി? ഒറ്റ സ്ഥലത്തേ കട്ടായുള്ളൂ. സോ എൻ എക്സാമ്പിൾ ഓഫ് 1 ഡയമെൻഷണൽ മോഷൻ. ഒരു സമയത്ത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്. ക്ലിയർ അല്ലേ? ഇനി ഇതായി നോക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ്, ടൈം. ഇങ്ങനെ ഒരു ഗ്രാഫ് ചെയ്യാൻ തന്നു. ടൈം 3 സെക്കൻഡ്. ഇതിനർത്ഥം ദിസ് എൻ ഇമ്പോസിബിൾ ഗ്രാഫ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 3 സെക്കൻഡ് സമയം 3 സെക്കൻഡ് സമയം മാറുന്നില്ല. 3 സെക്കൻഡിൽ ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? സോ ഇവിടെ ആണെങ്കിൽ ബോഡി ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 0 ആണ്. ഇവിടെ ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 1, ഇവിടെ ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 2, ഇവിടെ ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 3, ഇവിടെ ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 4. അങ്ങനെ 1, 2, 3, 4 എന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുന്നുണ്ട്. പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം കൂടുന്നില്ല. സ്റ്റോപ്പ് വാച്ചിൽ ക്ലോക്ക് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലോക്ക് റൺ ചെയ്യാതെ ക്ലോക്ക് സ്റ്റക്കായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ടൈം മാറുന്നില്ല. 5 സെക്കൻഡേ എത്തിയുള്ളൂ. 5ാമത്തെ സെക്കൻഡ് നമ്മൾ നോക്കുമ്പോൾ ബോഡി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പറ്റുമോ? കാര്യം എന്താ? സമയം ഒരിക്കലും സ്റ്റില്ലാവില്ല. സമയത്തിനനുസരിച്ചിട്ടാണ് ബോഡി മൂവ് ചെയ്യുന്നത്. സമയം മാറിയില്ല എങ്കിൽ സമയം നമ്മൾ ഫിക്സ്ഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബോഡി മൂവ് ചെയ്യാൻ പാടില്ല. കാര്യം എന്താ വെച്ചാൽ ബോഡിയുടെ മൂവ്മെൻറ്റ് ഫംഗ്ഷൻ ഓഫ് ടൈമാണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ നോക്കി 5 സെക്കൻഡ് വരെ ഞാൻ നോക്കുമ്പോൾ ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് സമയവും മാറണം. ഈ ഗ്രാഫിനകത്ത് സമയം മാറുന്നില്ല, പക്ഷേ ബോഡി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ദിസ് എൻ ഇമ്പോസിബിൾ ഗ്രാഫ്. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നാൽ നിങ്ങളത് എഴുതണം. ദിസ് എൻ ഇമ്പോസിബിൾ ഗ്രാഫ്. ഇങ്ങനെ ഒരു ഗ്രാഫ് ഒരിക്കലും വരില്ല. സമയം ചേഞ്ച് ചെയ്താൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യില്ല. സോ ഇതാണ് എനിക്ക് 1 ഡയമെൻഷണൽ മോഷനെ പറ്റിയും 2 ഡയമെൻഷണൽ മോഷനെ പറ്റിയും 3 ഡയമെൻഷണൽ മോഷനെ പറ്റിയും പറയാനുള്ളത്. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഫ്രെയിം ഓഫ് റെഫറൻസ് പറഞ്ഞു, ഒറിജിൻ പറഞ്ഞു, XYZ എന്നുള്ള ആക്സിസ് പറഞ്ഞു. എപ്പോഴും എക്സും വൈ ഇസഡ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. അത് നിങ്ങൾ മറക്കരുത്. അത്രയും കാര്യങ്ങൾ നമുക്കിവിടെ വേണം. ഇനി നമുക്ക് ഇതിൻ്റെ മാത്തമാറ്റിക്കലി നമ്മൾ ഇതിനെ നോക്കിയാൽ ഇവിടെ നോക്കുക. തൽക്കാലം ഇത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എക്സ് വൈയും ഇങ്ങനെ മാർക്ക് ചെയ്താൽ എക്സിലേക്ക് ഇങ്ങോട്ടുള്ളത് എപ്പോഴും പോസിറ്റീവ്, ഇങ്ങോട്ടുള്ളത് എപ്പോഴും നെഗറ്റീവ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നത്. ഇനി ഇസഡ് ആണ് വേണ്ടതല്ലേ? അപ്പോൾ നിങ്ങളിവിടെ നോക്കുക. നിങ്ങളിപ്പോൾ എന്നെ നോക്കുകയാണ്. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നു. സോ ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസഡ്. അതുപോലെ തന്നെ ഇസഡ് ഇങ്ങോട്ടും ഉണ്ട്. സോ ഇങ്ങോട്ടുള്ള ഇസഡ് നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് എവേ പോകുന്ന ഇസഡ് ഷുഡ് ബി ടേക്കൺ ആസ് നെഗറ്റീവ് ആൻഡ് നിങ്ങളിലേക്ക് വരുന്ന ഇസഡ് ഷുഡ് ബി ടേക്കൺ ആസ് പോസിറ്റീവ്. ക്ലിയർ അല്ലേ? ഇൻ ടു ദ പ്ലെയിൻ. നിങ്ങളാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങോട്ട് ഇസഡ് ഉണ്ട്, നിങ്ങളിലേക്ക് ഇസഡ് ഉണ്ട്. ഇങ്ങോട്ടുള്ള ഇസഡ് ഷുഡ് ബി ടേക്കൺ ആസ് നെഗറ്റീവ്, ഇങ്ങോട്ടുള്ള ഇസഡ് ഷുഡ് ബി ടേക്കൺ ആസ് പോസിറ്റീവ്. ജനറലി നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പ്രോബ്ലം ചെയ്യുമ്പോൾ വരാറില്ല. സോ ടുവേർഡ്സ് ദ പ്ലെയിൻ ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. നിങ്ങൾ നോക്കുകയാണ് ഇവിടെ, എന്നെ വെച്ച് നോക്കരുത്. നിങ്ങൾ നോക്കുമ്പോൾ ദിസ് ആക്സിസ് ഈസ്, നിങ്ങളിൽ നിന്ന് എവേ പോകുന്ന ആക്സിസ് ഷുഡ് ബി ടേക്കൺ നെഗറ്റീവ്, നിങ്ങളിലേക്ക് അടുത്ത് വരുന്ന ആക്സിസ് ഷുഡ് ബി ടേക്കൺ ആസ് പോസിറ്റീവ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക്കലി പറയാനുള്ളത്. ഇനി നിങ്ങൾ വേറൊരു കാര്യം ഇവിടെ നോക്കുക. ഞാനിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ദാറ്റ് പോയിന്റ് ലൈസ് ഇൻ എക്സ് ആക്സിസ്. ദാറ്റ് പോയിന്റ് ലൈസ് ഇൻ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ ലൈ ചെയ്യുമ്പോൾ
വൈ ആക്സിസ് വൈ കോർഡിനേറ്റിൻ്റെ വാല്യൂവും ഇസഡ് കോർഡിനേറ്റിൻ്റെ വാല്യൂവും 0 ആണ്. സോ എക്സ് ആക്സിസ് ലൈ ചെയ്യുന്ന ഒരു പോയിന്റിന് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? x00 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. വൈ ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 0y0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെന്താണ്? ഇസഡ് ആണ് അല്ലേ? ഇതിപ്പോൾ എനിക്കിങ്ങനെ വരയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഇസഡിൽ മാർക്ക് ചെയ്ത് എനിക്ക് 00 ഇസഡ് എന്ന് മാർക്ക് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ എക്സ് ആക്സിസ് ലൈ ചെയ്യുന്ന ഒരു ബോഡി, ആ ബോഡിക്ക് വൈയും ഇസഡും 0 ആയിരിക്കും. വൈയിലാണ് ലൈ ചെയ്യുന്നതെങ്കിലോ എക്സും ഇസഡും 0 ആയിരിക്കും. ഇസഡ് ആക്സിസിലാണെങ്കിൽ എക്സും വൈയും 0 ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന വൺ ഡയമെൻഷണൽ മോഷനകത്ത് ഗ്രാഫിക്കലി നമ്മൾ എങ്ങനെ വൺ ഡയമെൻഷൻ റെപ്രസെൻറ്റ് ചെയ്യാം, 2 ഡയമെൻഷൻ 3 ഡയമെൻഷനും എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം, 1 ഡയമെൻഷൻ ആണോ 2 ഡയമെൻഷൻ ആണോ 3 ഡയമെൻഷൻ ആണോ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ ഇന്ന് പഠിപ്പിച്ചത്. മനസ്സിലായല്ലോ? നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി. ഈ 4 ടേമുകൾ പഠിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ മാത്തമാറ്റിക്കൽ ടൂൾസ് എന്ന സെക്ഷനിലേക്ക് നമുക്ക് പോകണം. മാത്തമാറ്റിക്കൽ ടൂൾസ് എന്ന സെക്ഷനിലേക്ക് നമുക്ക് പോകണം. ആ സെക്ഷനകത്ത് നമ്മൾ ഗ്രാഫുകളെ പറ്റി പഠിക്കും. ഡിഫറൻഷിയേഷൻ ഇൻറ്റഗ്രേഷൻ്റെ വളരെ ചെറിയ ബേസിക്സ് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചാപ്റ്ററിലേക്ക് പോകുന്നത്. ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷേ ഡെപ്ത് കൂടുതലാണ് ചാപ്റ്ററിന്. അപ്പോൾ പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യും. ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് കുറച്ച് സമയം എടുത്താലും പ്രശ്നമില്ല, അത് ബേസിക് ആണ്. സെക്കൻഡും തേർഡും ഒക്കെ നമുക്ക് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? സോ ഇതാണ് ബേസിക്കലി ഈ ചാപ്റ്ററിൻ്റെ കോർ സ്ട്രക്ചറാണ് നമ്മളിവിടെ പഠിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നു ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി എന്ന ടേമുകളാണ്. ക്ലിയർ ആണല്ലോ?